ഹായ് ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യുവാൻ പോകുന്നത് വൈൻ മേക്കിംഗ് വീഡിയോ ആണ്. വൈൻ മേക്കിംഗ് ഒരു ആർട്ടാണ്, അതിലുപരി അതൊരു സ്ലോ പ്രോസസ്സാണ്. തുടക്കക്കാർക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യുവാൻ കഴിയുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവരെ നല്ല രീതിയിൽ ഇംപ്രസ് ചെയ്യുവാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് ഗ്യാസ് കത്തിക്കാം. അതിനുശേഷം 1.5 ലിറ്റർ വെള്ളം അളന്നെടുത്ത് ഒരു പാത്രത്തിൽ വെച്ച് തിളപ്പിക്കാം. അതെന്തിനാണെന്ന് നമുക്ക് പിന്നീട് നോക്കാം. ഇനി നമുക്ക് വേണ്ടത് 250 ഗ്രാം ഉണക്കമുന്തിരിങ്ങയാണ്. ഉണക്കമുന്തിരിങ്ങ നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു 3-4 വട്ടം നന്നായിട്ട് കഴുകണം. 4-മത്തെ വട്ടം, നിങ്ങൾ 4 പ്രാവശ്യമാണ് കഴുകുന്നതെങ്കിൽ 4-മത്തെ വട്ടം ഇളം ചൂടുവെള്ളത്തിലാണ് അത് കഴുകിയെടുക്കേണ്ടത്. അതിനുശേഷം ഇതുപോലെയുള്ള ഒരു പാത്രത്തിൽ നമുക്കതൊന്ന് തോരാനായിട്ട് വെക്കാവുന്നതാണ്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. നമ്മൾ തോരാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിങ്ങ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമ്മുടെ മിക്സിയിൽ പൾസ് മോഡ് ഉണ്ടല്ലോ, പൾസ് മോഡ് ഒരു 3-4 വട്ടം ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോവരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്ന ആ ഒരു പരുവാണ് നമുക്ക് ആവശ്യമുള്ളത്. നമ്മൾ ഉണക്കമുന്തിരിങ്ങ മിക്സിയിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ തിളപ്പിക്കാനായിട്ട് വെള്ളം വെച്ചിരുന്നു. ആ വെള്ളം ഇപ്പം അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ തിളച്ച വെള്ളമാണ് നമ്മൾ വൈൻ ഇടാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ വെള്ളത്തിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മുന്തിരിങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുന്തിരിങ്ങ ഇട്ടതിന് ശേഷം വെള്ളം തിളപ്പിക്കരുത്. ഇനി ഒരു സ്പൂൺ ഇട്ട് നമുക്ക് ഈ ഒരു മിക്സ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്കിത് മാറ്റി വെക്കണം. ചൂടാറിയതിന് ശേഷം മാത്രമേ വൈൻ ഇടാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കൂ. അപ്പൊ ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യണം. ആ സമയം കൊണ്ട് വൈനിന് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് തയ്യാറാക്കാം. അപ്പം നമുക്ക് വൈൻ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഭരണി എടുക്കാം. നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഭരണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വൈൻ ഇടാൻ ആവശ്യമുള്ള ബാക്കി സാധനങ്ങളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 250 ഗ്രാം കപ്പ് അളവിൽ ഒരു 1.5 കപ്പ് പഞ്ചസാര നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കൈപ്പിടി ഗോതമ്പ്, 10 ഗ്രാമ്പൂ, കുറച്ച് കറുവാപ്പട്ട, 1 ടീസ്പൂൺ ഈസ്റ്റ്, ഇത്രയും സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമേ ഭരണിയിലേക്ക് കറുവാപ്പട്ടയും ഗ്രാമ്പൂവും കൂടിയിടാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് ഭരണിയിലേക്ക് ഇടാം. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് 1 ടീസ്പൂൺ ഈസ്റ്റ് ആണ്. ഈസ്റ്റ് നമ്മൾ ഭരണിയിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിങ്ങയുടെ ആ മിക്സ് നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ആ മിക്സും കൂടെ നമുക്കിനി ഭരണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മൾ അളന്നെടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയാണ്. 1.5 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ അളന്നെടുത്ത് വെച്ചിരിക്കുന്നത്. മധുരം കുറച്ച് മാത്രം മതിയെന്നുള്ളവരാണെങ്കിൽ 1 കപ്പ് പഞ്ചസാര ഉപയോഗിച്ചാൽ മതിയാകും. പഞ്ചസാരയും കൂടി ഭരണിയിലേക്ക് ഇട്ടതിന് ശേഷം ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 2 മുതൽ 3 മിനിറ്റ് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ടിപ്സ് കൂടെ പറഞ്ഞു തരാം. നമ്മൾ ഉപയോഗിക്കുന്ന ഭരണിയാണെങ്കിലും തവിയാണെങ്കിലും നനവുണ്ടെങ്കിൽ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. യാതൊരു തരത്തിലുള്ള ഈർപ്പവും അതിലെ പാടില്ല. നമ്മുടെ വൈൻ പെട്ടെന്ന് ചീത്തയാകാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഉപയോഗിച്ച ഗോതമ്പാണെങ്കിലും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഉണക്കിയെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ഭരണിക്ക് ചേരുന്ന തരത്തിലുള്ള ഒരു അടപ്പും അതുപോലെ തന്നെ വൃത്തിയുള്ള ഒരു തുണിയുമാണ്. ആ അടപ്പ് വെച്ച് ഭരണി നന്നായിട്ടൊന്ന് അടച്ചിട്ട് ആ തുണി അതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് നല്ല ടൈറ്റായിട്ട് ഒന്ന് മൂടിക്കെട്ടണം.
അപ്പം നന്നായിട്ട് മൂടി കെട്ടി വെച്ചതിന് ശേഷം ഈ ഭരണി ഡാർക്ക് പ്ലേസിൽ കൊണ്ട് സൂക്ഷിക്കാം. പെട്ടെന്ന് വൈനായി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അപ്പം 10 ദിവസത്തിന് ശേഷം നമുക്ക് ഈ ഭരണി തുറന്ന് നോക്കാം. 10 ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ വൈൻ സെറ്റായിട്ട് കിട്ടും. അപ്പം ഇനി ഒരു 10 ദിവസത്തിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പൊ 10 ദിവസത്തിന് ശേഷം നമ്മൾ ഭരണി തുറക്കാൻ പോവുകയാണ്. എന്തായാലും നമുക്ക് നോക്കിയാലോ. അപ്പം നമ്മൾ തുറക്കുകയാണേ. നല്ല മണം. അപ്പോൾ ഒരു തവി എടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. നല്ല മണമുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പ എടുക്കണം, പിന്നെ ഒരു പാത്രം എടുക്കണം. ഞാൻ ഈ പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അരിപ്പ വെച്ച് നമുക്ക് കുറച്ച് അതിനകത്തോട്ട് ഒഴിച്ചൊഴിച്ച് കൊടുക്കാം. നമുക്ക് തുണിയൊന്നും വെച്ച് അരിച്ചെടുക്കേണ്ട കാര്യമില്ല. ഇതുപോലൊരു അരിപ്പയുണ്ടെങ്കിൽ നമുക്ക് അത് മതി. പിന്നെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് പിഴിഞ്ഞു കൊടുക്കണം. കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഞെരടി പിഴിഞ്ഞ് കൊടുക്കണം. അപ്പം നമ്മൾ ബാക്കിയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതുകൂടെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പം നമ്മൾ വെറും 10 ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത വൈൻ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്യാണ്. എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. നല്ല വീര്യമുണ്ട്. നല്ല സൂപ്പർ വൈനാണ്. ഇനി കുറച്ച് ദിവസം കൂടി ഇത് വെച്ചാൽ ഇതിലും വീര്യം കൂടും. അതുപോലെ തന്നെ കളറിനകത്തൊരു വ്യത്യാസമൊക്കെ വരും. ഇനി കുറച്ച് ദിവസം കഴിയുമ്പം ഇതിൻ്റെ മട്ടൊക്കെ ഒന്ന് അടിഞ്ഞ് സെറ്റാവും. നമ്മളിപ്പോൾ ഇതൊന്ന് അരിച്ചെടുത്തതല്ലേ ഉള്ളൂ. പക്ഷെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ വൈനാണ്. വെറും 10 ദിവസം കൊണ്ടാണ് നമ്മളിത് സെറ്റാക്കി എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.